ജെൻസോൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വന്നിട്ടുള്ള ഒരു വലിയ വാർത്തകളുടെ ഒരു ഇൻഫർമേഷൻ കൂടി പ്രേക്ഷകരിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും പങ്കുവെക്കേണ്ടതുണ്ട്. ജെൻസോൾ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട ഒരു ക്രമക്കേടാണ് സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ പ്രൊമോട്ടർമാരായിട്ടുള്ള ജഗ്ഗി സഹോദരന്മാരെ വിപണിയിൽ നിന്ന് വിലക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ കമ്പനി മാനേജ്മെന്റ് പദവികൾ വഹിക്കുന്നതിൽ നിന്നും വിലക്കിയിട്ടുണ്ട്. അതായത് ഫണ്ട് ദുരുപയോഗം ചെയ്തു, വകമാറ്റി ചിലവഴിച്ചു എന്നതടക്കമുള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങളായിരുന്നു ഇവർക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് 2024 ജൂണിൽ ലഭിച്ച ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു അന്വേഷണം നടത്തുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അന്വേഷണത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത് പൂനെയിലെ ജെൻസോൾ EV പ്ലാന്റിൽ ഒരു ഉൽപാദനവും നടക്കുന്നില്ല എന്നുള്ളൊരു നിലയിലേക്ക് കൂടി കണ്ടെത്തൽ എത്തിയിരിക്കുന്നു. സ്റ്റോക്ക് പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഈ ഒരു ആരോപണങ്ങൾക്ക് പിന്നാലെ 1200 രൂപ റേഞ്ചിൽ നിന്നും സ്റ്റോക്ക് വലിയ രീതിയിൽ കൂപ്പുകുത്തി 80% കൂപ്പുകുത്തി 110 രൂപയിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു ജെൻസോളിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പല ഫോറത്തിലും അല്ലെങ്കിൽ പല യൂട്യൂബ് വീഡിയോകൾക്ക് താഴെയും പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഇന്ന് രാവിലെ വന്ന ഒരു കമന്റ് ഞാൻ വായിക്കാം. ജെൻസോൾ ഇൻവെസ്റ്റേഴ്സിനെ ചതിച്ചു, ഇവരെ അകത്തിടാൻ വകുപ്പൊന്നുമില്ലേ? ഇങ്ങനെ ആയാൽ നമ്മൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും? ആരെ വിശ്വസിക്കും? ഇനി എന്താണ് ചെയ്യേണ്ടത്? അർജന്റ് റിപ്ലൈ പ്ലീസ് എന്നാണ് തങ്കമ്മ ചാക്കോ എന്ന് പറയുന്ന ഒരു പ്രേക്ഷക നമുക്കൊരു കമന്റ് അയച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും വലിയ രീതിയിൽ ഇൻവെസ്റ്റേഴ്സ് കോഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റാൻസ് സ്വീകരിക്കേണ്ട സമയമല്ലേ സാർ ഇത്? ഇത് പറയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമൊന്നുമില്ല. കാര്യം എന്നറിയോ, ഞാൻ എൻ്റെ 30 കൊല്ലത്തെ എക്സ്പീരിയൻസിൽ ഇതേപോലെ ഒരുപാട് കമ്പനീസ് ഞാൻ കണ്ടിട്ടുള്ളതാണ്. എപ്പോഴും നമ്മൾ പറയുന്നത് ഈ സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഏറ്റവും കൂടുതൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സെക്ടറാണ് പറയുന്ന പോലെ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പ് സെക്ടറും. ഒരു ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന പൈസയേക്കാൾ വളരെ വലുതാണ് ഈ സെക്ടറിൽ. എപ്പോഴും ഈ ഇൻഫോസിസും TCSും വിപ്രോ, TCS ഒക്കെ പിന്നെ IPOയിൽ വന്നതാണ്. ഇൻഫോസിസും വിപ്രോ ഒക്കെ പണ്ടൊരു സ്മോൾ ക്യാപ്പ് ആയിരുന്നു എന്നുള്ളത്. ആ സ്മോൾ ക്യാപ്പ് കമ്പനിയാണ് ഇപ്പോൾ ഒരു ലാർജ് ക്യാപ്പ് കമ്പനിയാണ്. ഇന്ത്യയിലുള്ള പല മൾട്ടി ബാഗേഴ്സും ഇപ്പോൾ ഞാൻ തന്നെ വ്യക്തിപരമായിട്ട് ഹോൾഡ് ചെയ്യുന്ന പേജ് ഇൻഡസ്ട്രീസ്, ഇത് റെക്കമെൻഡേഷൻ അല്ല, അതൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ വെറും 300 കോടി 600 കോടി മാർക്കറ്റ് ക്യാപ്പേ ഉണ്ടായിരുന്നു. ഇന്ന് ആ സ്റ്റോക്കിൻ്റെ അന്നത്തെ വില 370 രൂപയായിരുന്നു. ഇന്ന് ഏതാണ്ട് 40,000 50,000 വരെ പോയി. എപ്പോഴും സ്മോൾ ക്യാപ്പ് ആണ് എപ്പോഴും അത് മിഡ് ക്യാപ്പ് ആവും, മിഡ് ക്യാപ്പിൽ നിന്ന് ലാർജ് ക്യാപ്പ് ആവുന്ന ആ ട്രാൻസിഷനിലാണ് ഒരു ഇൻവെസ്റ്റർ 8-10 കൊല്ലം കൊണ്ട് വലിയൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യും. ബട്ട് ഈവൻ തന്നെ നമ്മളെപ്പോഴും ജനങ്ങളോട് പറയാറുണ്ട്, സ്മോൾ ക്യാപ്പിലാണെങ്കിൽ തന്നെ നല്ല ഹൈ ക്വാളിറ്റി മാനേജ്മെൻ്റ് ഉള്ള കമ്പനികൾ എടുക്കണം എന്ന് നമ്മൾ പറയാൻ കഴിയും. ഈ ഹൈ ക്വാളിറ്റി മാനേജ്മെൻ്റ് എന്ന് നമ്മൾ ഒറ്റ വാക്കി പറയുന്നതിന് ഒരുപാട് ഫണ്ടമെൻ്റൽ റീസൺസ് ഉണ്ട്. നമ്മൾ എപ്പോഴും പറയും, അധികം ഡെപ്റ്റ് ഇല്ലാത്ത, ഇക്വിറ്റി അധികം ഡൈല്യൂട്ട് ചെയ്യാത്ത, നല്ല ക്യാഷ് ഫ്ലോ ഉള്ള, നല്ല ക്ലീൻ കമ്പനി, അതായത് ക്യാഷ് നല്ല ഫ്രീ ക്യാഷ് ഫ്ലോ, അതായത് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ, ഡെപ്റ്റ് ഡൈല്യൂട്ട് ചെയ്ത്, അതായത് എപ്പോൾ നോക്കിയാലും ഷെയർ വിറ്റ് കാശുണ്ടാക്കി കമ്പനിയുടെ എക്സ്പാൻഷൻ. അതിൻ്റെ അർത്ഥം എന്തെന്നറിയോ, അവർക്ക് ഓപ്പറേഷൻസിൽ നിന്ന് ഇനഫ് ക്യാഷ് കിട്ടുന്നില്ല അവർക്ക് ഡിപ്ലോയ് ചെയ്യാൻ. അതായത് അവരിങ്ങനെ ഷെയറിനെ പ്ലേസ് ചെയ്താണ് ജനങ്ങളുടെ ഇന്ന് ഇങ്ങനെ റേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പൈസ അവരുടെ എക്സ്പാൻഷന് വേണ്ടി. അത് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഡെപ്റ്റ്, ആവശ്യത്തിൽ കൂടുതൽ ഡെപ്റ്റ്. പിന്നെ ഈ പറയുന്ന പോലെ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ഇൻഡസ്ട്രി, അതായത് കഥകൾ മെനഞ്ഞെടുക്കുക. നമ്മളിതൊക്കെ പറയണമെന്നറിയോ, ഈ സ്റ്റോറി സ്റ്റോക്സ് എന്ന്. നമ്മൾ അടുത്ത കാലത്ത് തന്നെ ട്വിറ്ററിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഒക്കെ ജെൻസോൾ എഞ്ചിനീയറിംഗിന്റെ ഫാൻസ് വളരെ കൂടുതലായിരുന്നു. ഇത് കാണുമ്പോൾ തന്നെ നമ്മളൊന്ന് സൂക്ഷിക്കണം എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞു വെക്കേണ്ടത്. ഇത് ഇങ്ങനത്തെയൊക്കെ കുറച്ച് ഒരു പ്രിഫേസിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വെച്ചിട്ട് നമുക്ക് ജെൻസോളിലേക്ക് പോകാം. ജെൻസോളിൽ ആരെങ്കിലും ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞങ്ങളിത് ഒരു നെഗറ്റീവായിട്ട് പറയുന്നതല്ല, സത്യാവസ്ഥ നിങ്ങളുടെ മുന്നിലേക്ക് പറയണം. ഇനി ഒരു ജെൻസോൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 2019 ഒക്ടോബർ മാസം IPO വന്ന ഒരു കമ്പനിയാണ്. വളരെ സോളാർ കൺസൾട്ടിംഗ് ആണ് അവർ ചെയ്യുന്നതെന്നുള്ള. അപ്പോൾ അന്നൊക്കെ നമ്മൾ സംസാരിക്കുന്നത് ഇനി വരാൻ പോകുന്നത് ഓൾട്ടർനേറ്റ് എനർജി. ഞാൻ ഈ ചേർത്ത് വെച്ച് പറയണമെന്നറിയോ, എവിടെയൊക്കെയാണ് ജനങ്ങൾ തെറ്റിപ്പോണെന്നറിയോ? സോളാർ എനർജി, വിൻഡ് പവർ, ഇലക്ട്രിക് വെഹിക്കിൾസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റ അനലിറ്റിക്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പല ഇൻവെസ്റ്റേഴ്സും അങ്ങ് വീണ് പോവുകയാണ്. നമ്മൾ ബാലൻസ് ഷീറ്റിൽ പോലും നോക്കാറില്ല കമ്പനികൾ എന്താ ചെയ്യണം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും പോലെ ചെറിയ കമ്പനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊന്നുമില്ല. ഇലക്ട്രിക് വെഹിക്കിൾസും ഈ പറയുന്ന പോലെ ചെറിയ കമ്പനിക്ക് ഇവിടെ ടാറ്റ മോട്ടോഴ്സ് ഒരു അക്കാര്യത്തിൽ, എന്തിന് ഗ്ലോബൽ കമ്പനികൾ പോലും
ടെസ്ല പോലും BYDയുടെ കൂടെ നിൽക്കാനായിട്ട് പാടുപെടുന്ന സമയത്ത് ഓരോ കമ്പനികളും ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക് വെഹിക്കിൾസിലാണ് ഞങ്ങൾ ബാറ്ററി ഉണ്ടാക്കണു, ലിത്തിയം അയൺ ബാറ്ററി എന്നും ഇങ്ങനത്തെ ഈ സൺറൈസ് സെക്ടേഴ്സിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ട അതാണ്. സൺറൈസ് സെക്ടേഴ്സ് ഒക്കെ ഇത്രയും അട്രാക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇറങ്ങാനായിട്ട് വലിയ വലിയ കോർപ്പറേറ്റ്സ് ശ്രമിക്കില്ലേ? അഡാനി ശ്രമിക്കും, അംബാനി ശ്രമിക്കും, ടാറ്റ ശ്രമിക്കും, ബിർള ശ്രമിക്കും, ബജാജ് ശ്രമിക്കും. അവരെല്ലാവരും സക്സസ്ഫുൾ ആയി കഴിഞ്ഞാലല്ലേ മറ്റുള്ളവരിലേക്ക് വരുന്നത്. ഈ സിമെന്റ് ഒക്കെ അതിന് ഉത്തരവാദിത്തം. ഈ സിമെന്റ്, സ്റ്റീൽ, അയൺ, കോപ്പർ, അലൂമിനിയം ഒക്കെ ഉണ്ടാക്കുന്നത് വലിയ ഗ്രൂപ്പ്സ് ആണ്. ഒരു ചെറിയ കമ്പനി ഒന്നും വിരിച്ച് അവരിൽ നിന്നും തള്ളിയാലൊന്നും പോകുന്ന കാര്യങ്ങളല്ല ഇത് എന്നുള്ളത് ജനങ്ങൾ ഇത് മനസ്സിലാക്കി വെക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒക്ടോബർ 2019 എങ്ങാണ്ടാണ് ഇവർ IPO ആയിട്ട് വരുന്നത്. സോളാർ കൺസൾട്ടിംഗ് ആയിട്ടാണ് അവർ വരുന്നത്. അത് മാത്രമല്ല, പിന്നെ അതിന് EPC, റിന്യൂവബിൾ എനർജിയിൽ EPC ചെയ്യുന്ന കമ്പനി. EPC എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെന്റ് ആൻഡ് കൺസ്ട്രക്ഷൻ. അതായത് റിന്യൂവബിൾ എനർജി പ്രോജക്ട്സ് ഞങ്ങൾ ചെയ്തു കൊടുക്കപ്പെടും എന്നുള്ള രീതിയിലും കൂടെ അവർ എക്സ്പാൻഡ് ചെയ്തു. പിന്നെ അവർ പറയുന്നത് വെച്ചാൽ അവർ ഒരു എക്സ്പാൻഷൻ എന്ന ഇതിലേക്ക് ഇലക്ട്രിക് വെഹിക്കിൾ ലീസിങ്, അതായത് ഇലക്ട്രിക് വെഹിക്കിൾ ലീസ് ചെയ്തിട്ട് ഇവരുടെ പ്രൊമോട്ടേഴ്സിന്റെ വേറെ ഒരു അൺലിസ്റ്റഡ് കമ്പനി ഉണ്ട്, ബ്ലൂ സ്മാർട്ട് എന്ന്. ആ ബ്ലൂ സ്മാർട്ട് കമ്പനിക്ക് ഞങ്ങൾ ഇലക്ട്രിക് വെഹിക്കിൾസ് ഉണ്ടാക്കിയിട്ട് ലീസ് ചെയ്യും. ബ്ലൂ സ്മാർട്ട് എന്താ ചെയ്യണത്? നമ്മുടെ ഊബറൊക്കെ പോലെ, ഊബറും ഓലയൊക്കെ പോലെ ടാക്സി സർവീസസ് നടത്തുന്നു, ടാക്സി റെന്റൽ സർവീസസ് നടത്തുന്നു, റൈഡ് ടാക്സീസ് നടത്തുന്നു. ബട്ട് എല്ലാം ഇലക്ട്രിക് വെഹിക്കിൾസ്. ആ ഇലക്ട്രിക് വെഹിക്കിൾസ് ആര് പ്രൊവൈഡ് ചെയ്യുന്നു? നമ്മുടെ ജെൻസോൾ എഞ്ചിനീയറിംഗ് പ്രൊവൈഡ് ചെയ്യുന്നു. ആദ്യം കുറച്ച് ഇലക്ട്രിക് വെഹിക്കിൾസ് റെന്റിന് എടുത്തിട്ട് ബ്ലൂ സ്മാർട്ടിന് കൊടുക്കുന്നു. രണ്ടാമത് സ്വന്തമായിട്ട് ഉണ്ടാക്കി നമ്മൾ ബ്ലൂ സ്മാർട്ടിനെ കൊടുക്കുന്നു. അപ്പോൾ EPC പ്രോജക്ട്സും സോളാർ കൺസൾട്ടിങ്ങും കൂടാതെ അവരുടെ എക്സ്പാൻഷൻ പ്ലാനാണ് അവർ ഈ പറഞ്ഞു വെച്ചത്. ഇവിടെയാണ് പല വ്യക്തികളും പല ഇൻവെസ്റ്റേഴ്സും അതിൽ വീണു പോയത്. അതായത് ന്യൂ ഏജ് ടെക്നോളജി, ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ് ഇനി ഫ്യൂച്ചർ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പലരും വീണു പോയെന്നുള്ള. ഈ ജെൻസോണിന്റെ സക്സസ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ 2017 വെറും അവർ IPO വരുന്നതിന് മുമ്പേ 61 കോടിയായിരുന്നു റവന്യൂ. അവിടുന്ന് ഏതാണ്ട് അവർ കാണിച്ചത് 1100 കോടി എന്നുള്ള ലെവലിലേക്കാണ് അവർ കാണിച്ചത്. ഏതാണ്ട് 2019 IPOന്റെ സമയത്തൊക്കെ, IPOക്ക് മുമ്പൊക്കെ എനിക്ക് തോന്നുന്നു 155 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 1 ലക്ഷത്തിന് മുകളിൽ ഷെയർ ഹോൾഡേഴ്സ് ആയി എന്നുള്ള. ബട്ട് ഇതിലൊക്കെ ആണെങ്കിലും പല ഇൻഡിക്കേഷൻസും അതിൻ്റെ ബാലൻസ് ഷീറ്റിലും P&L ഉണ്ടായിരുന്നു എന്നുള്ള നമ്മളെപ്പോഴും നമ്മൾ പറയാറില്ലേ. അതായത് ഞാനൊരു എക്സാമ്പിൾ പറയണമെന്ന് വെച്ചാൽ, പണ്ട് ഈ സത്യം സാഗ വന്നാൽ, സത്യത്തിന്റെ രാമലിംഗ രാജു അതിനകത്ത് നിന്ന് പൈസ എടുത്ത് മകന്റെ കമ്പനിയായ മേത്താസ്, MAYTAS, സത്യം തിരിച്ചിടുന്നതാണ് മേറ്റാസ് എന്ന് പറഞ്ഞ വാക്ക്, അതിലേക്ക് പമ്പിൻ ചെയ്ത് പൈസ സൈഫൺ ചെയ്തല്ലോ. ഷെയർ ഹോൾഡേഴ്സിന്റെ പൈസ സൈഫൺ ചെയ്ത് പേഴ്സണൽ യൂസിലേക്ക് കൊണ്ടുപോയല്ലോ, പേഴ്സണൽ കമ്പനിയിലേക്ക് കൊണ്ടുപോയി. അതിന് ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു വെച്ചാൽ ശരിയാണ്. അതിന് ഒരാഴ്ച മുമ്പേ വരെ എന്തോ ഒരു പീകോക്ക് അവാർഡ് വരെ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ള. എന്നിട്ടും നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു എന്നറിയോ? അന്ന് TCSും വിപ്രോയും ഇൻഫോസിസും ഒക്കെ ഒരു പ്രീമിയത്തിൽ ട്രേഡ് ചെയ്തിരുന്നപ്പോൾ സത്യം ഒരു ഡിസ്കൗണ്ടിലായിരുന്നു ട്രേഡ് ചെയ്തത്. എപ്പോഴും സത്യത്തിന് വേണ്ടി വന്നിരുന്ന ഈ റിസർച്ച് റിപ്പോർട്ട്സ് ഉണ്ടല്ലോ, മോർഗൻ സ്റ്റാൻലി, ഇതിലൊക്കെ മോർഗൻ സ്റ്റാൻലി ഇപ്പൊ ഈ ജെൻസോൾ എഞ്ചിനീയറിംഗിന് പൈസ പോയത് ആർക്കൊക്കെ? ബജാജിന്റെ MD, ബജാജ് ഫിനാൻസിന്റെ അഞ്ജീവ് ബജാജ്, ദീപിക പദുക്കോൺ, MS ധോണി, ഇവരുടെയൊക്കെ ഫാമിലി ഓഫീസിനാണ് പൈസ പോയത്. അപ്പൊ എന്താ, ഇവർക്കാർക്കും വിവരമില്ലാഞ്ഞിട്ടാണോ? അല്ലെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള മൈൻഡ്സ് ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യാത്തോണ്ടാ? ഇതൊന്നും അല്ല ഇതിനകത്തുള്ള കാരണം എന്ന് വെച്ചാൽ വലിയവർക്ക് പോലും കണ്ടുപിടിക്കാത്ത ഒരു സാധനം. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം, ഈ സത്യത്തിന്റെ കാര്യത്തിൽ മോർഗൻ സ്റ്റാൻലി, മെറിലിഞ്ച്, മക്വേറെ, CLSA എന്നിങ്ങനെ കമ്പനികളൊക്കെ എന്നും പറഞ്ഞിരുന്നത് ഇൻഫോസിസും വിപ്രോയും HCLും ആയിട്ട് ഡിസ്കൗണ്ടിലാണ് സത്യം ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഡിസ്കൗണ്ട് ഗ്യാപ്പ് മാറാനായിട്ട് സത്യമാണ് വാല്യൂ ബൈ എന്ന് പറഞ്ഞിരുന്നൊരു കാലമുണ്ട്. ബട്ട് അതിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ചോദിച്ചിരുന്നു, എല്ലാ സ്റ്റോക്കിനും വലിയൊരു പ്രീമിയം മൾട്ടിപ്പിൾസ് കൊടുക്കുമ്പോൾ സത്യത്തിന് മാത്രം എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? നമ്മളൊരു കടയിൽ ചെല്ലുമ്പോൾ നല്ല കുറേ ഡയമണ്ട്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓരോ ഡയമണ്ട്സിനും 1 ലക്ഷം രൂപയാണ്. ഒരു ഡയമണ്ടിന് മാത്രം 10,000 രൂപയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്താ പോകുന്നത്? ഈ ഡയമണ്ട് എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ നമ്മൾ പറയുള്ളൂ. എന്നാൽ സ്റ്റോക്കിൽ വരുമ്പോൾ ആൾക്കാർ അങ്ങനെയല്ല വരുന്നത്, വേറൊരു ബ്രെയിൻ ആയിട്ടാണ് വരുന്നത്. അവർ പറയുന്നത് വെച്ചാൽ ചീപ്പാണോ എന്നാൽ നന്നായിരിക്കും. ബാക്കി സ്ഥലത്തിന്റെ കാര്യത്തിൽ ഞാൻ ഒരു സ്ഥലത്ത് എല്ലാ സ്ഥലവും സെന്റിന് 10 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. ഒരു സ്ഥലം മാത്രം 1 ലക്ഷം രൂപ നമ്മൾ ആരെങ്കിലും മേടിക്കുമോ? നമ്മൾ പറയാൻ പോണത് അതിന് എന്തോ ഒരു ഉടായ്പുണ്ട്, അതിനകത്ത് എന്തോ ഒരു നെഗറ്റീവ് ഉണ്ടെന്നല്ല. പക്ഷേ സ്റ്റോക്കിലേക്ക് വരുമ്പോൾ മാത്രം ആൾക്കാർ ആ ബ്രെയിൻ ഊരി വെച്ച് വേറെ ബ്രെയിൻ വെച്ചിട്ടാണ് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സങ്കടമായിട്ട്. ഇത് ഞങ്ങളൊരു എന്താ പറയുക, ഞങ്ങളൊരു നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ ഞങ്ങളൊരു എന്താ ഒരു ഹാം ചെയ്യാൻ വേണ്ടിയിട്ടോ പറയുന്നതല്ല, നമ്മുടെ മനസ്സിൽ നിന്ന് പറയുന്നതാണ്. ഗുഡ് തിങ്സ് നെവർ കം ചീപ്പ്. ഒരു സാധനം കോസ്റ്റ്ലി ആണെന്നുണ്ടെങ്കിൽ അതിന് വില ഉണ്ടായിരിക്കും എന്നുള്ളതാണ്, അത് എപ്പോഴും പറഞ്ഞു വയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ പ്രൊമോട്ടേഴ്സ് എന്താ, അൻമോൾ സിംഗ് ജഗ്ഗി ആൻഡ് പുനീത് സിംഗ് ജഗ്ഗി അല്ലേ, ഇവരാണ്. അതായത് നമ്മൾ ഈ
പറഞ്ഞല്ലോ, ഷെയർ ഹോൾഡേഴ്സ് ഇങ്ങനെ കഥ ക്രിയേറ്റ് ചെയ്ത് ഓരോരുത്തർ സോഷ്യൽ മീഡിയയിലൊക്കെ കഥ ക്രിയേറ്റ് ചെയ്ത് ഈ സ്റ്റോക്കിനെ പൊക്കിക്കൊണ്ട് വരുന്ന സമയത്ത് ഇതിന്റെ PR വർക്കിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രൊമോട്ടേഴ്സ് 70% ഷെയർ ഹോൾഡിംഗ് ഉണ്ടായിരുന്ന അവർ 35% കുറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് അവർ കളിച്ചത് എന്നുള്ളത്. ജെൻസോളോ എനിക്ക് തോന്നുന്നു ഒരു സമയത്ത് 1126 രൂപ അല്ലെ, ഏതായാലും 4300 കോടി മാർക്കറ്റ് ക്യാപ്പിൽ അത് ട്രേഡ് ചെയ്തു എന്നുള്ളതാണ് നമുക്കത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം. അതായത് ഇതിലിപ്പോ എല്ലാ കാര്യങ്ങളും അവർക്ക് നന്നായി പോയി എന്നുള്ളത്. അതായത് ഇവരുടെ ഈ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, ഈ സോഷ്യൽ മീഡിയ വഴി മാർക്കറ്റ് ചെയ്ത് അവരിങ്ങനെ വിറ്റുകൊണ്ടിരുന്ന കഥകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സ്ക്രിപ്റ്റ് ഏതാണ്ട് ഇങ്ങനെ നന്നായിട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ അടി അവർക്ക് കിട്ടുന്നത് മാർച്ച് 2025. അതിന് മുമ്പേ സെബിയുടെ ഒരു എൻക്വയറി ഉണ്ട്, പക്ഷെ നമുക്ക് കോൺക്രീറ്റ് ആയിട്ടൊന്നും സെബിയുടെ ഒന്നും കിട്ടില്ല. സെബി എന്താ ഈ സാധാരണക്കാരൻ സ്റ്റോക്ക് പറയണതിനും സോഷ്യൽ മീഡിയയിലും എന്തെങ്കിലും സംസാരിക്കുന്നതിന്റെ പുറകെ പോയി പിടിക്കുന്നല്ലാതെ ഈ കാര്യങ്ങൾക്കൊന്നും എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങൾ നേരത്തെ അവർ ആക്ട് ചെയ്യില്ല എന്നുള്ളതാണ് അതിനകത്ത് എന്നും വണ്ടർ ചെയ്യുന്നത്. സെബിയോട് വിരോധം ഉണ്ടായിട്ടല്ല പറയുന്നത്, ഇത്രയും ജനങ്ങൾക്ക് പൈസ പോയ കാര്യത്തിൽ നമുക്ക് ഒരുപാട് ദുഃഖമുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. ഇതിനകത്ത് മാർച്ച് 2025 ഇക്ര അല്ലെങ്കിൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയുടെ ഒരു റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ടിൽ അവർ കുറേ കാര്യങ്ങൾ ക്വാളിഫൈ ചെയ്ത് എഴുതിയപ്പോൾ അതിനകത്തൊരു ലൈൻ ആയിരുന്നു അതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ്. ഞാൻ ആ ലൈൻ അങ്ങനെ തന്നെ വായിക്കാം. അതായത് ക്രെഡിറ്റ് ഡോക്യുമെന്റ്സ് ഷെയർഡ് ബൈ ജെൻസോൾ എഞ്ചിനീയറിംഗ് ഓൺ ഇറ്റ്സ് ഡെപ്റ്റ് സർവീസിങ്, അതായത് കടം സർവീസ് ചെയ്യുന്ന കാര്യത്തിൻ്റെ ട്രാക്ക് റെക്കോർഡിൽ വെർ അപ്പാരൻലി ഫാൾസിഫൈഡ് എന്നുള്ള വാക്കാണ് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. വിച്ച് റേസസ് കൺസേൺ ഓൺ ഇറ്റ്സ് കോർപ്പറേറ്റ് ഗവർണൻസ് ആൻഡ് ലിക്വിഡിറ്റി പൊസിഷൻ. അതായത് അവർ ഫാൾസിഫൈഡ് ഡോക്യുമെന്റ്സും ഡീറ്റെയിൽസും കൊടുത്തത് കാരണം ഞങ്ങൾക്ക് അതിനകത്ത് അവരുടെ ക്രെഡിറ്റ് റീപേയ്മെന്റ് കപ്പാസിറ്റിയെ കുറിച്ച് ഞങ്ങൾ സംശയിക്കുന്നു. ദാറ്റ് വാസ് എ വാർണിംഗ്. പിന്നെ ലിക്വിഡിറ്റി പൊസിഷൻസിനെ കുറിച്ച് ലിക്വിഡിറ്റി പൊസിഷൻസിൽ അവർക്ക് ഈ പറയുന്ന ഡെപ്റ്റ് ഉണ്ടോ, ഇത്രയും ഡെപ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇവർ സർവീസ് ചെയ്യും, കമ്പനിക്ക് അതിനുള്ള ക്യാഷ് ഉണ്ടോ, എങ്ങനെ നമുക്കൊരു കടം മേടിച്ച് എന്തുകൊണ്ടാണ് നമ്മുടെയൊക്കെ ഒരു ലോൺ എടുക്കാൻ നേരത്തെ എലിജിബിലിറ്റി നോക്കുന്നത്. ആ എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ റീപേയ്മെന്റ് കപ്പാസിറ്റിയാണ്. ആ റീപേയ്മെന്റ് കപ്പാസിറ്റിയെ ഞങ്ങൾ സംശയിക്കണമെന്നുള്ള അവിടെ മുതലാണ് ഇതിനകത്ത് വന്നത്. അപ്പൊ CEO വന്നൊരു ഫയർ ഫൈറ്റിംഗ് നടത്തി. CEO വന്നിട്ട് അൻമോൾ സിംഗ് വന്നിട്ട് പറയുകയാണ്, ഞങ്ങളിത് ഞങ്ങൾ നിരാകരിക്കുന്നു, ഈ അലഗേഷൻസ് ഒന്നുമില്ല, ഇത് വെറുതെയാണ്, ഷോർട്ട് ടൈം ലിക്വിഡിറ്റി മിസ്മാച്ച് ആണ്, ചെറുതായിട്ട് ആ കാലഘട്ടത്തിൽ വന്ന ലിക്വിഡിറ്റി മിസ്മാച്ച് ആണ്, ഞങ്ങളിത് ടൈഡ് ഓവർ ചെയ്ത് പോകുന്നുള്ള. അപ്പോഴത്തേക്കും സ്റ്റോക്ക് ഏതാണ്ട് ഡൗൺ ആയിട്ട് 50% ഡൗൺ വന്നു എന്നാണ്. പിന്നെ ജൂൺ 2024 മുതൽ സെബിയുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ്. അന്ന് എന്താണെന്നറിയോ, ഈ ഫണ്ട് ഡൈവേർഷനും പ്രൈസ് മാനിപ്പുലേഷനും, നമ്മൾ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ കാര്യം പറഞ്ഞില്ലേ, അതായത് ഏപ്രിൽ 1 മുതൽ 2004 മുതൽ എല്ലാ ബാങ്ക്സും ആ ഒരു റൂളിലേക്ക് മാറണം. പല ബാങ്ക്സും ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ, അതായത് ഏപ്രിൽ മെയ് ജൂണിൽ തന്നെ അതെല്ലാം സെറ്റ് ചെയ്ത് ആ ക്വാർട്ടർ കഴിഞ്ഞിട്ട് RBIക്ക് അത് റിപ്പോർട്ട് ചെയ്യണം, എക്സ്ചേഞ്ചിന് റിപ്പോർട്ട് ചെയ്യണം. റൈറ്റ്? നമ്മുടെ ഇൻഡസ്ഇൻഡ് ബാങ്ക് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് മാത്രമല്ല 1520 കോടി, ഇപ്പൊ 1900 കോടി എന്നാ പറയുന്നത്, അത്രയും അവർ കണ്ടെത്തിയിട്ട് പോലും അവർ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. എന്നിട്ട് അവർ ഡിസ്ക്ലോസ് ചെയ്യണം ഇപ്പോഴാണെന്നുള്ളത്. സെബി അന്ന് മുതൽ 2024 മുതൽ അതിന് വലിയ വാർണിംഗ് ഒന്നും അവർ കൊടുത്തില്ലല്ലോ. ചെറിയൊരു ന്യൂസ് ആർട്ടിക്കിൾ ഏതോ പത്രത്തിലും ബിസിനസ് ചാനലുകളിലും വന്നു എന്നല്ലാതെ അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ആൾക്കാരും ആലോചിച്ചു, 5-6 മാസമായിട്ട് സെബിയുടെ ഒന്നും വരുന്നില്ല, അപ്പൊ ഇതിനകത്ത് പ്രോബ്ലം ഒന്നും ഇല്ല എന്ന് വിചാരിച്ചെന്ന് പറയും. ശരിക്കും അവരുടെ ഇപ്പൊ പ്രൈസ് മാനിപ്പുലേഷനും ഫണ്ട് ഡൈവേർഷൻ്റെ ഒക്കെ ഇപ്പൊ വരുന്ന റിസൾട്ട്സ് വളരെ ഷോക്കിംഗ് ആണ് ജാസ്മിൻ, ഈ പറയുന്ന പോലെ. അതായത് ജെൻസോൾ എഞ്ചിനീയറിംഗ് IREDA എന്നും പവർ ഫിനാൻസ് കോർപ്പറേഷൻ എന്നും 978 crore ലോൺ എടുത്തു എന്നുള്ളതാണ്. ഞാൻ അതിനകത്ത് ആശ്ചര്യമായിട്ട് കാണണമെന്നറിയും, ഈ ലോൺ എടുത്തിട്ട് ഇവർ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്തെന്നുള്ള രണ്ടാമത്തെ കാര്യം. ആദ്യത്തെ കാര്യം എന്നല്ലേ, ഈ IREDAയും PFC ഒക്കെ എന്തിനാണ് ഇരിക്കുന്നത്? നമ്മൾ ആ സ്റ്റോക്കുകളാണ് പല ബ്രോക്കറേജസും നല്ല ബൈ ആണെന്ന് പറയുന്നത്. ഒരു രീതിയിലുള്ള ചെക്ക് പോയിന്റ്സും ഇല്ലാതെ ലോൺ കൊടുക്കുകയാണെങ്കിൽ, അതായത് ഒരു വരുമാനവും ഇല്ല, ഫാൾസിഫൈഡ് ഡോക്യുമെന്റ്സ് എടുത്തിരുന്ന കമ്പനിക്കാണ് 1000 കോടിക്ക് അടുപ്പിച്ച് അവർ ലോൺ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിൽ ആദ്യം പൊക്കേണ്ടത് ജെൻസോൾ എഞ്ചിനീയറിംഗ് ഒന്നുമില്ല, IREDAയും പവർ ഫൈനാൻസ് കോർപ്പറേഷനിൽ ഇരിക്കുന്ന എംപ്ലോയീസിനെയാണ് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത്. അവർക്ക് എങ്ങനെ കൊടുത്തു എന്നുള്ള എന്ത് മാനദണ്ഡത്തില്ല. ഇപ്പൊ RBI അവരുടെ അടുത്ത് ചോദിച്ചേക്കാണ്. ഇതൊക്കെ ലാസ്റ്റാണ് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ജനങ്ങൾക്ക് പോകാനുള്ള പോയി എന്നുള്ള. അതായത് 6400 ഇലക്ട്രിക് വെഹിക്കിൾസ് മേടിച്ചിട്ട് അവർ ബ്ലൂ സ്മാർട്ട് എന്ന് പറഞ്ഞ റൈഡ് ഹാൻഡ്ലിംഗ് കമ്പനിക്ക് ലീസ് ഔട്ട് ചെയ്യാനാണ് ഈ 975 കോടിക്ക് അടുപ്പിച്ച് ഈ 2 കമ്പനികളിൽ നിന്ന് അവർ ലോൺ എടുത്തത്. എന്നിട്ടോ അവർ 6400 EVക്ക് പകരം 4700 EV ആണ് അവർ ബ്ലൂ സ്മാർട്ടിന് കൊടുത്തതെന്ന് പറഞ്ഞത്. അതായത് ബാക്കി വന്ന 262 കോടി മുങ്ങി. ആ 262 കോടി എവിടെ പോയെന്നറിയോ? നല്ല ഒരു വിഭാഗം പൈസ പോയിരിക്കുന്നത് എന്തിനാണെന്നറിയോ?
അതായത് കുറച്ച് ബ്രോക്കേഴ്സിന് കൊടുത്തിട്ട് നമുക്ക് റിസർച്ച് റിപ്പോർട്ട് തരുന്ന ബ്രോക്കേഴ്സ്, നമുക്ക് ബൈയും സെല്ലും ഹോൾഡും പറയുന്ന ചില ബ്രോക്കേഴ്സിന് പൈസ കൊടുത്തിട്ട് ഇതിന്റെ പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്ത് ജനങ്ങളുടെ തലയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് അവരവരുടെ ഷെയർ ഹോൾഡിംഗ് 70% നിന്ന് 35% കുറയ്ക്കാനാണ് ഈ ലോൺ വെട്ടിച്ച 262 കോടി കൊണ്ട് അവരാദ്യം ചെയ്തതെന്നുള്ളതാണ് അതിനകത്ത് വളരെ രസം. പിന്നെ രണ്ട് കംപ്ലീറ്റ് അവരുടെ എക്സ്പെൻസസ്, അവരുടെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ടാണ് അവർ ബാക്കിയുള്ള കാശ്, ഞാൻ അതിനകത്ത് എഴുതി വെച്ചിട്ട് ഞാൻ ഞെട്ടിപ്പോയി. അത് ആക്ച്വലി പറയുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. അതായത് റിയൽ എസ്റ്റേറ്റ് പർച്ചേസുകൾ, DLFന്റെ കമേലിയ എന്നൊക്കെ പറഞ്ഞ് ഡൽഹിയിലുള്ള ഫ്ലാറ്റ്, അതിന് അമ്മയുടെ പേരിലും കൂടെ പൈസ അത് റൗട്ട് ചെയ്ത് കാണിച്ചു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച്. അതായത് യാതൊരു ദാക്ഷണ്യമില്ലാതെ സ്വന്തം അമ്മയെ കൂടെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിച്ചു എന്നുള്ള. പിന്നെ വെൽറേ എന്ന് പറഞ്ഞൊരു ഈ ജെൻസോളിന് ഒരു സബ്സിഡറി ഉണ്ട്, അതുവഴി ആർട്ടിഫിഷ്യലി സ്റ്റോക്ക് മാനിപ്പുലേറ്റ് ചെയ്യുക. എന്തെല്ലാം കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത ഫേക്ക് ട്രേഡിംഗ് വോളിയൂംസ്, അതായത് ട്രേഡിംഗ് വോളിയൂംസ് ഇങ്ങനെ കൂട്ടി ഏതാണ്ട് എനിക്ക് തോന്നുന്നു 2-2.5 കൊല്ലം ഏതാണ്ട് 99% ഓഫ് ട്രേഡിംഗ് വോളിയൂം ഫേക്ക് ആയിരുന്നു എന്നുള്ളത്. അതായത് ഒരു കമ്പനിയിൽ നിന്ന് വേറെ കമ്പനിയിലേക്ക് മേടിക്കുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പോൾ ജനങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് വോളിയം നടക്കുന്നു, ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊക്കെ രീതിയിലുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഫേക്ക് ഇംപ്രഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ അവർ ഈ 262 കോടിയിൽ നിന്ന് നല്ലൊരു പൈസ ഉപയോഗിച്ചു എന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് മനസ്സിലായി. ഈ ലക്ഷറി പർച്ചേസ് എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ ജാസ്മിൻ, അതിനകത്ത് പേഴ്സണൽ ഷോപ്പിംഗ്, അതിനകത്ത് ടൈലർ മെയ്ഡ് ഗോൾഫ് സെറ്റ്, ഗോൾഫ് കളിക്കുമ്പോൾ ടൈലർ മെയ്ഡായിട്ട് ഇവരുടെ പേരിലൊക്കെ ചെയ്ത ഗോൾഫ് സെറ്റിന് ഏതാണ്ട് 26 ലക്ഷം രൂപ. ടൈറ്റൻ കമ്പനിയിൽ നിന്ന് അവർ ജ്വല്ലറി മേടിച്ചതിന് 17 ലക്ഷം രൂപ. മേക്ക് മൈ ട്രിപ്പിന് 3 ലക്ഷം രൂപ. അവരുടെ പേഴ്സണൽ ട്രാവലിന്. സ്പായിൽ പോയി 10 ലക്ഷം. സ്പായിൽ അവർക്ക് എന്താ പറയുക, ലക്ഷറിയസ് ആയിട്ടുള്ള ജീവിതം നയിക്കാൻ വേണ്ടി. ക്രെഡിറ്റ് കാർഡ് ബില്ല് 10 ലക്ഷം. ഇതൊക്കെ ഷെയർ ഹോൾഡേഴ്സിന്റെ പൈസയും ലോൺ എടുത്ത പൈസയാണെന്ന് ആലോചിക്കണം. ഒരു കമ്പനി ഒരു ലോൺ എടുക്കാൻ നേരത്ത് ആ ലോൺ ഷെയർ ഹോൾഡേഴ്സിന്റെയാണ്, പ്രൊമോട്ടേഴ്സിന്റെ മാത്രമല്ല. അതിനകത്ത് ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു ഷെയർ ഹോൾഡറിന് പോലും ആ പ്രോഫിറ്റും ലോണും ഉത്തരവാദിത്തപ്പെട്ടതായിരിക്കണം എന്നുള്ളതാണ്. DLFന് ഏതാണ്ട് 11 ലക്ഷത്തിന്റെ അഡ്വാൻസ്, അമ്മയുടെ പേരിൽ 7 കോടി, വൈഫിന്റെ പേരിൽ 4 കോടി, ഫോറിൻ എക്സ്ചേഞ്ചിന് 2.5 കോടി. ഇങ്ങനത്തെ രീതിയിലാണ്. ഇതൊന്നും കൂടാതെ ഫേക്ക് ഡിസ്ക്ലോഷേഴ്സ്. അതായത് ജാനുവരിയിൽ എങ്ങാണ്ട് അവർ ഇൻവെസ്റ്റർ അപ്ഡേറ്റ് അവർ കൊടുത്തേക്കുന്നത് ഞാൻ വായിച്ചു നോക്കുമെന്നറിയോ, ഏതാണ്ട് 30,000 ന്യൂ EVക്ക് അവർ പ്രീ ഓർഡർ കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ ഒരു സംഭവമേ അടുത്തില്ല. സെബി ഇപ്പൊ അടുത്ത കാലത്ത് നോക്കിയപ്പോണ്ടല്ലോ, അതൊക്കെ ഒരു വേഗ് ആൻഡ് ഫേക്ക് MOU ആണെന്നുള്ള. ഒരു പ്രൈസിങ്ങും ഇല്ല ആ MOUവിനകത്ത്, ഒരു ഡെലിവറി മോഡലും ഒന്നുമില്ല. അവർ നാട്ടുകാരടുത്ത് പറഞ്ഞാൽ 30,000 രൂപയ്ക്കാണ്. അതിലൊക്കെ പ്രസ് മീറ്റിംഗ് നടത്തി എന്നുള്ള. ഇതൊക്കെ നമ്മുടെ ചാനലുകൾക്കും അഡ്വർടൈസ്മെന്റ് കിട്ടി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. ഇത്തരത്തിലുള്ള കമ്പനികളുടെ ഈ പ്രവർത്തികളൊന്നും തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ യാതൊരു തരത്തിലുള്ള നിർവാഹവുമില്ല. അത് അങ്ങനെ ആയിരുന്നു എങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള MS ധോണി, ദീപിക പദുകോൺ അടക്കമുള്ള ഒരുപാട് പേരുടെ കാശ് പോകില്ലായിരുന്നു. സാർ, നമ്മുടെ കമന്റ്സിനുള്ള ഒരു മറുപടി വളരെ പെട്ടെന്ന് നമുക്ക് പറയേണ്ടതുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് വളരെ പരിതാപകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരുപാട് പേരുടെ കാശ് പോയിട്ടുണ്ട് ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട്. ജാസ്മിൻ, ഇതിനകത്ത് സെബിക്ക് ചെയ്യാവുന്നത് ഈ പ്രൊമോട്ടറിന്റെ അസറ്റ്സ് അങ്ങ് ഫ്രീസ് ചെയ്യാം. ഫ്രീസ് ചെയ്തിട്ട് ഒരു പ്രോസസ്സിൽ കൂടി, ലിക്വിഡേഷൻ പ്രോസസ്സിൽ കൂടി നമുക്ക് കിട്ടാവുന്നവർക്കൊക്കെ അവർക്ക് മാക്സിമം കോമ്പൻസേറ്റ് ചെയ്യാം. പക്ഷേ ഇതൊന്നും അടുത്ത കാലത്ത് നടക്കുന്ന ഒരു കാര്യമല്ല. രണ്ടാമത് ക്ലാസ് ആക്ഷൻ സൂട്ട് ഫയൽ ചെയ്യാം. പക്ഷെ അത് ആർക്കാ ഫയൽ ചെയ്യാൻ പറ്റുന്നതെന്നറിയോ? 10% മുകളിൽ ഷെയർ ഹോൾഡിംഗ് ഈ കമ്പനിയിലുള്ളവർക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ക്ലാസ് ആക്ഷൻ സൂട്ട് ഫയൽ ചെയ്യാം. വീണ്ടും നമ്മുടെ ജുഡീഷ്യറിയുടെ കാര്യം അറിയാലോ. ജുഡീഷ്യറി കുറ്റം പറയുകയല്ല, നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് ജഡ്ജ്മെന്റിനെ കുറ്റം പറയാം, ജഡ്ജിനെ കുറ്റം പറയാൻ പറ്റില്ല. അതാണ് ഇന്ത്യൻ ലീഗൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ പ്രോസസ്സ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും എന്നുള്ള. മൂന്നാമത് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സിയാണ്. നമ്മൾ ഓലയ്ക്കെതിരെ ഒരു സപ്ലയർ കൊടുത്തപ്പോൾ നമ്മൾ അതിനകത്ത് പറഞ്ഞിരുന്നു, ഇൻസോൾവൻസി ബാങ്ക്രപ്സി കോഡ് നല്ല രീതിയിൽ ഈ ഗവൺമെന്റ് വർക്കൗട്ട് ചെയ്ത് തീർച്ചയായിട്ടും അതിലൊരു റെസൊല്യൂഷൻ വളരെ താമസിയാതെയൊക്കെ വരും. പക്ഷേ അതിൽ പ്രശ്നം എന്നറിയോ, ആദ്യത്തെ കാശ് അവർക്ക് എവിടെ പോകുന്നതെന്നറിയോ? ഈ ഇൻസോൾവൻസി പ്രോസസ്സിന് വേണ്ടിയിട്ട് കുറച്ച് പേപ്പറുകൾ, വർക്കും ഫീസും ഒക്കെ ഉണ്ടല്ലോ, അതിനുള്ള കാശ് ആദ്യം പോകും. രണ്ടാമത് പറഞ്ഞാൽ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, അതായത് കൊളാറ്ററൽ മേടിച്ച് വെച്ചിട്ട് ലോൺ കൊടുത്തല്ലോ, അങ്ങനെയുള്ളവരായിരിക്കാം രണ്ടാമത് കൺസിഡർ ചെയ്യുന്നത് IBC, അതായത് ബാങ്ക്സും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. മൂന്നെന്ന് പറയുന്നത് എംപ്ലോയീസിന്റെ വേജസും സാലറീസും, അവരുടെ വയറ്റിപ്പഴപ്പ് നികത്തുക എന്നുള്ളതാണ് മൂന്നാമത്തെ ജോലി. നാലാമത്തെ പറഞ്ഞാൽ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, അതായത് കൊളാറ്ററൽ ഇല്ലാതെ ലോൺ കൊടുത്തവരെ ആയിരിക്കും IBC പ്രോസസ്സ് കൺസിഡർ ചെയ്യുക. അഞ്ചാമെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഡ്യൂട്ടീസ്, അതായത് പല ഗവൺമെന്റ് ടാക്സും ലയബിലിറ്റീസും ഉണ്ടല്ലോ, അതാണ് അഞ്ചാമത് IBC കവർ ചെയ്യുന്നത്. ആറാമത്തെ പറഞ്ഞാൽ അവർക്ക് കൊടുത്ത, അതായത് ഈ കമ്പനിക്ക് കൊടുത്ത സപ്ലയേഴ്സിനെ വെൻഡേഴ്സിനെ കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളത്. ഏഴാമത്തെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, അതായത് പ്രിഫറൻഷ്യൽ ഇത് കിട്ടിയ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർസ് കിട്ടിയ ഷെയർ.
ഏറ്റവും ലാസ്റ്റാണ് ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് പറയുന്നത് ഇത് വെറുതെ തമാശയ്ക്ക് വരേണ്ട ഒരു ഇൻഡസ്ട്രി അല്ല ഇത്. നിങ്ങൾ എന്തുകൊണ്ട് ഫണ്ടമെന്റൽസ് പഠിക്കണം? ബുൾ മാർക്കറ്റിൽ പോകുമ്പോൾ ആൾക്കാർ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല, എല്ലാം മേടിച്ച് എല്ലാം കയറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ലൈൻ എന്ന് പറയുന്നത് ഏറ്റവും താഴെയാണ് ഈ സ്പെക്ട്രത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ റുപ്പിയും വാല്യൂബിൾ ആണെങ്കിൽ അതിൻ്റേതായ രീതിയിൽ റിസർച്ച് ചെയ്ത് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ്. ഇനിയുള്ളപ്പോൾ നമുക്ക് പറയുന്നതിൽ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇതിൽ ജനങ്ങൾ ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യം എന്നല്ല, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും കമ്പനി വന്ന് ടേക്ക് ഓവർ ചെയ്ത് ഇത് തിരിച്ച് റിവൈവ് ചെയ്ത് കൊണ്ടുവരട്ടെ, അല്ലെങ്കിൽ ഇതിൽ എല്ലാ പ്രശ്നങ്ങളും മാറട്ടെ എന്ന് നമുക്ക് ആലോചിക്കാനും പ്രാർത്ഥിക്കാനും മാത്രമേ പറ്റുന്നുള്ളൂ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി വിൽ ഹാവ് ടു ടെൽ യു ദാറ്റ് ഇറ്റ് ഈസ് എ ബാഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത്. അത് വേഴ്സ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറാതിരിക്കാൻ നമുക്കും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നുള്ളതാണ്. ജനങ്ങൾ സൂക്ഷിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള, നമ്മൾ എവിടെയാണ് നിൽക്കുന്ന പൊസിഷൻ എന്ന് അറിഞ്ഞു വേണം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളത്. ദാറ്റ്സ് വൈ ഇക്വിറ്റീസ് ആർ റിസ്കി. അത് ഇക്വിറ്റി ഈസ് സിമ്പിൾ ബട്ട് നോട്ട് ഈസി. നമ്മൾ എപ്പോഴും പറയുന്നത് ഇക്വിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ എന്താ പറയുക, ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. ബട്ട് അതൊരിക്കലും ഈസി അല്ല. ഡു യുവർ ഓൺ റിസർച്ച്, എന്നിട്ട് മാത്രം നിങ്ങൾ ചെയ്യും.